സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് കരിയർ നമുക്ക് 5ആയി തിരിക്കാം. ആദ്യത്തെ ഫേസ് നവംബർ 1989 തൊട്ട് ഡിസംബർ 1992 വരെ. സച്ചിൻ 20 ടെസ്റ്റുകളിൽ നിന്നായി 1085 റൺസ് നേടി. ആവറേജ് 37.41. ഈ ഫേസിൽ സച്ചിൻ 4 സെഞ്ചുറി നേടി. 4 ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക കൺട്രീസിലാണെന്ന പ്രത്യേകതയുമുണ്ട്. ഒരു ലെജൻഡറി കരിയറിനുള്ള പെർഫെക്റ്റ് തുടക്കം. രണ്ടാമത്തെ ഫേസ് ജനുവരി 1993 തൊട്ട് ഡിസംബർ 2004 വരെ. സച്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ഫേസ്. ഈ കാലഘട്ടത്തിൽ 100 ടെസ്റ്റുകളിലായി സച്ചിൻ 8000-ലധികം റൺസ് നേടി. ആവറേജ് 61.49, 30 സെഞ്ചുറിയും നേടി. മൂന്നാമത്തെ ഫേസ് ജനുവരി 2005 തൊട്ട് ഒക്ടോബർ 2008 വരെ. സച്ചിൻ്റെ കരിയർ ഒരു ഡിപ്പിലേക്ക് പോകുന്നു. ടെന്നീസ് എൽബോ കാരണം സ്ട്രഗിൾ ചെയ്യുന്ന കാലം. 33 ടെസ്റ്റ് ഈ കാലയളവിൽ സച്ചിൻ കളിച്ചു. അതിൽ ആവറേജ് 43.71 ഉണ്ടായിരുന്നു. അതും ഒരു ഡീസൻ്റ് ആവറേജ് ആയിരുന്നു. ടെന്നീസ് എൽബോയും മറ്റുമൊക്കെ കാരണം സച്ചിൻ ഏകദേശം തീർന്നു എന്ന് വിലയിരുത്തപ്പെട്ട കാലം. നാലാമത്തെ ഫേസ് നവംബർ 2008 തൊട്ട് ജനുവരി 2011 വരെ. സച്ചിൻ്റെ പ്രായം 35 തൊട്ട് 38 ഈ കാലയളവിൽ. സച്ചിൻ എന്തുകൊണ്ട് ഇത്രയും ഗ്രേറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഈ ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വലിയൊരു സ്ട്രഗ്ലിങ്ങിന് ശേഷം ആൾമോസ്റ്റ് കരിയർ അവസാനിച്ചു തുടങ്ങി എന്നിടത്തു നിന്നാണ് സച്ചിൻ്റെ ഈ ഫേസ് തുടങ്ങുന്നത്. സച്ചിൻ 24 ടെസ്റ്റ് ഈ ഫേസിൽ കളിക്കുന്നു. സച്ചിൻ 74.7 ശരാശരിയിലാണ് ഈ ഫേസിൽ ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കണം. അതിൽ 12 ഹൺഡ്രഡ്സ്. സച്ചിൻ എങ്ങനെ ഇതിനു മുമ്പത്തെ ഫേസിൽ നിന്നും ഇത്രയും പീക്ക് ലെവൽ ക്രിക്കറ്റ് കളിച്ചു എന്നത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അതും ആ പ്രായത്തിൽ. ആ ഏജിൽ സച്ചിൻ തൻ്റെ ഗെയിമിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും എടുത്ത ഹാർഡ് വർക്കും ഏതൊരാൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഈ ഫേസിൽ സച്ചിൻ റിട്ടയർ ചെയ്തിരുന്നുവെങ്കിൽ, അതായത് 177ാം ടെസ്റ്റിൽ റിട്ടയർ ചെയ്തിരുന്നുവെങ്കിൽ 56.95 കരിയർ ആവറേജിൽ 51 ടെസ്റ്റ് സെഞ്ചുറിയുമായി അദ്ദേഹത്തിന് വിരമിക്കാമായിരുന്നു. അഞ്ചാമത്തെ ഫേസ് ഫെബ്രുവരി 2011 തൊട്ട് നവംബർ 2013 വരെ. സച്ചിൻ്റെ കരിയറിലെ ഏറ്റവും മോശം ഫേസ് എൻഡ് ഫേസ്. 23 ടെസ്റ്റുകൾ ഈ കാലയളവിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ആവറേജ് 32.34. ഒരു ഹൺഡ്രഡും അദ്ദേഹം നേടുന്നില്ല. അങ്ങനെ 200ാം ടെസ്റ്റിൽ സച്ചിൻ വിരമിക്കുന്നു. 53.79 ശരാശരി, 51 ഹൺഡ്രഡ്. ലെജൻഡറി കരിയർ. കൺസിസ്റ്റൻസി, റീഇൻവെൻഷൻ, ഡോമിനേഷൻ ഇതൊക്കെ നിറഞ്ഞതാണ് സച്ചിൻ്റെ കരിയർ. ദർ ഈസ് നോ വൺ ലൈക്ക് സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് സച്ചിൻ. സച്ചിൻ തൻ്റെ അവസാന രഞ്ജി മത്സരം കളിച്ചത് 2013 അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഡെമി ഗോഡ് ഇമേജ് ഉണ്ടായിരുന്ന സച്ചിൻ ആ ടൈമിൽ. ആ ടെസ്റ്റിൽ മുംബൈക്ക് വേണ്ടി സെക്കൻഡ് ഇന്നിങ്സിൽ പുറത്താവാതെ നേടിയ 79 റൺസാണ് മുംബൈയെ ആ കളി 4 വിക്കറ്റിന് ജയിപ്പിച്ചത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാൻഡ് വാല്യൂ എന്നതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുമ്പോഴും തൻ്റെ മോശം ഫോമാണെന്ന് തോന്നിയാൽ ഡൊമസ്റ്റിക് മാച്ച് കളിച്ച് ഫോം വീണ്ടെടുത്ത് നാഷണൽ ടീമിൽ തിരിച്ചു വരാൻ സച്ചിൻ ശ്രദ്ധിച്ചിരുന്നു. ക്രിക്കറ്റിൻ്റെ ദൈവമാണ് സച്ചിൻ. അദ്ദേഹം ഗ്രൗണ്ടിൽ അങ്ങനെ കോപം കാണിക്കാറില്ല. അദ്ദേഹം എതിർ ടീമിനെതിരെ ആക്രോശം നടത്താറില്ല. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗാണ് ചർച്ചയായത്. കൂടാതെ ടീം ഇന്ത്യക്ക് വേണ്ടി നിർണായക സാഹചര്യങ്ങളിൽ സുപ്രധാന വിക്കറ്റുകൾ വീഴ്ത്തിയ ഒരു ബോളർ കൂടിയായിരുന്നു അദ്ദേഹം. ഈ ലോകം ക്രിക്കറ്റ് നിലനിൽക്കുന്നവരെയും കാലം സച്ചിൻ ടെണ്ടുൽക്കർ നമ്പർ 1 തന്നെ ആയിരിക്കും. ഫോളോ ഫോർ മോർ കണ്ടന്റ്. ദി സെൻറ്റർ ബാക്ക്.